ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഡിഫറെൻറ്റ് ഏരിയാസ് ആയിട്ടുള്ള ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ്, റൈറ്റിംഗ്, ഈ 4 ഏരിയാസും ഇതിനെല്ലാം കണക്ട് ചെയ്തിട്ടുള്ള ഗ്രാമറും വൊക്കാബുലറിയും ഇതെല്ലാം കമ്പൈൻ ചെയ്ത് ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള രീതിയിൽ ഇംഗ്ലീഷിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലെ കണ്ടന്റ്. ലിസണിങ്ങും സ്പീക്കിങ്ങും വെർബൽ കമ്മ്യൂണിക്കേഷനാണ്. റീഡിങ് ആൻഡ് റൈറ്റിംഗ് റിട്ടേൺ കമ്മ്യൂണിക്കേഷനാണ്. അതുപോലെ തന്നെ ലിസണിങ്ങും റീഡിങ്ങും എടുത്ത് നോക്കിയാൽ അത് ലാംഗ്വേജ് ഉള്ളിലേക്ക് എടുക്കുന്നതാണ്, ലാംഗ്വേജ് പഠിക്കുന്നതാണ്. സ്പീക്കിങ്ങും റൈറ്റിംഗ് എടുത്ത് നോക്കിയാൽ ലാംഗ്വേജ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ലാംഗ്വേജ് ഉള്ളിലേക്ക് എടുക്കുന്ന പ്രോസസ്സാണ്. ലിസണിങ്ങും റീഡിങ്ങുമാണ് ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത്. അതിനുശേഷം ലാംഗ്വേജ് ഉള്ളിലേക്ക് എടുത്ത ലാംഗ്വേജാണ് പുറത്തേക്ക് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, സ്പീക്കിങ്ങും റൈറ്റിങ്ങും വരുന്നത്. ഇത് നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ് ആക്സിൽ ഈ ഭാഗത്തുള്ള കാര്യങ്ങൾ വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. കമ്പയർഡ് ടു സ്പീക്കിംഗ്, ലിസണിങ് ഈസിയാണ്. കമ്പയർഡ് ടു റൈറ്റിംഗ്, റീഡിങ് ഈസി. കാരണം പഠിച്ചാലേ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഡിഫിക്കൽട്ട് ആയിരിക്കും, പഠിക്കുന്നത് ഈസി ആയിരിക്കും. അപ്പോൾ എക്സ് ആക്സിസിൽ എടുത്ത് നോക്കിയാൽ ലിസണിങ്ങും റീഡിങ്ങും ആയിരിക്കും കുറച്ചും കൂടി ഈസി ആയിട്ടുള്ളത്. ഇനി വൈ ആക്സിസിൽ എടുത്ത് നോക്കിയാൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത് എപ്പോഴും ഈ ഭാഗത്തുള്ളതായിരിക്കും. അതേതാ? റീഡിങ്ങും റൈറ്റിങ്ങും. റീഡിംഗ് എന്ന് പറഞ്ഞാൽ ഫോമിലാണ്, മിസ്റ്റേക്സുകളൊന്നും വരാൻ പാടില്ല. ചെറിയ മിസ്റ്റേക്കുകളും അവിടെ നല്ല രീതിയിൽ എഫക്ട് ചെയ്യും. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വൊക്കാബുലറിയും വേർഡ്സ് ആയിരിക്കും ഇവിടെ ഉപയോഗിക്കുക. ഫോമൽ ഗ്രാമർ സ്ട്രക്ചർ ഫോളോ ചെയ്യേണ്ടതുണ്ട്. നമുക്ക് അറിവ് കരസ്ഥമാക്കൽ മാത്രമാണ് നമ്മുടെ ലക്ഷ്യം എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പെക്ട്രം മാത്രം ഫോക്കസ് ചെയ്താൽ മതി. ലിസണിങ് മാത്രം ഫോക്കസ് ചെയ്യുക, റീഡിങ് മാത്രം ഫോക്കസ് ചെയ്യുക. ഇതിൽ രണ്ടിലും ലിസണിങ് മാത്രം ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഫോക്കസ് ചെയ്യാം. ഈ ലിസണിങ്ങിൽ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയാൽ ഏറ്റവും ഈസി ആയിട്ടുള്ളതും ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യമായിട്ടുള്ള ലിസണിങ്ങിൽ ഫോക്കസ് ചെയ്താൽ ലാംഗ്വേജ് നമുക്ക് മനസ്സിലാക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഓക്കെ, ഇതിൻ്റെ എല്ലാം നടുവിലായിട്ട് ഗ്രാമറും വൊക്കാബുലറി ഉണ്ട്. ഈ ഗ്രാമർ ആൻഡ് വൊക്കാബുലറി 4 ഡിഫറെൻറ്റ് ഏരിയാസിനായിട്ട് കണക്റ്റഡ് ആണ്. ഒരു സ്റ്റാർട്ടർ അല്ലെങ്കിൽ ബിഗിനറിനെ സംബന്ധിച്ചിടത്തോളം ലിസണിങ്ങിൽ ഫോക്കസ് ചെയ്യുക. ലിസണിങ്ങിൽ ഫോക്കസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഗ്രാമറും വൊക്കാബുലറിയും പഠിച്ചുകൊണ്ടിരിക്കുക. ഇത് രണ്ടിലും ഫോക്കസ് ചെയ്ത് മാറി മാറി പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കും. ഇംഗ്ലീഷ് മനസ്സിലായി തുടങ്ങിയാൽ പിന്നെ ഡിഫറെൻറ്റ് ഏരിയാസിലേക്ക് നമ്മൾ കംഫർട്ട് അനുസരിച്ചിട്ട് മാറ്റി കൊടുക്കാൻ പറ്റും. ഇനി ഇൻഡിവിജ്വലായിട്ട് ഈ 4 ഏരിയാസ് എങ്ങനെ പഠിച്ചെടുക്കാൻ പറ്റും? ഇപ്പോൾ ലിസണിങ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈൻ കണ്ടന്റ് കൺസ്യൂം ചെയ്യാൻ പറ്റും. സ്പീക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സെൽഫ് ഇമോഷണൽ ടോക്ക് ചെയ്യാം, മിറർ ടോക്ക് ചെയ്യാം, ക്യാമറ ടോക്ക് ചെയ്യാം. നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ മാക്സിമം റിട്ടേൺസ് നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ ലിസണിങ്ങും സ്പീക്കിങ്ങും കമ്പൈൻ ചെയ്ത് ഒറ്റ ടൈമിൽ ചെയ്യാൻ പറ്റുന്ന ഷാഡോയിങ് പ്രാക്ടീസ് നമുക്ക് ചെയ്യാൻ പറ്റും. റീഡിങ് നമുക്ക് പ്രാക്ടീസ് ചെയ്യണം. അതിന് ഓൺലൈൻ കണ്ടന്റോ അല്ലെങ്കിൽ ബുക്കോ വായിച്ച് പരിശീലിക്കാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഗ്രാമർ സ്റ്റഡിയും വൊക്കാബുലറി സ്റ്റഡിയും കൂടെ പ്രാക്ടീസ് ചെയ്താൽ എഫക്റ്റീവായിട്ട് ഈ നോളജ് ആ ഏരിയയിൽ അപ്ലൈ ചെയ്യാൻ കഴിയും. റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യണം. റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജേർണലിംഗ് ആണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. ജേർണലിംഗ് എങ്ങനെ ചെയ്യാം? സ്പീക്കിങ്ങിൻ്റെ വിഷയത്തിൽ സെൽഫ് ഇമോഷണൽ ടോക്ക് പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ റിട്ടൺ ഫോമാണ് ജേർണലിംഗ്. ജേർണലിംഗ് പ്രാക്ടീസ് ചെയ്താൽ റൈറ്റിംഗ് ഇൻഡിവിജ്വലായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഇനി എഫക്റ്റീവ് യൂസ് ഓഫ് ടൈമിന് വേണ്ടിയിട്ട് റീഡിങ്ങും ഗ്രാമറും റൈറ്റിങ്ങും അറ്റ് എ ടൈം പഠിക്കണം എന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഷാഡോ റൈറ്റിംഗ് നേരത്തെ ഒരു വീഡിയോ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഒരാൾ ഏറ്റവും ആദ്യം തുടങ്ങേണ്ടതും ഏറ്റവും ഈസി ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ലിസണിംഗ് ആണ്. ലിസണിംഗ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഓൺലൈൻ കണ്ടന്റ് തിരഞ്ഞെടുക്കുക. ഓൺലൈൻ കണ്ടന്റ് തിരഞ്ഞെടുക്കുമ്പോൾ നൗണിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഇമേജസ് ഉള്ള കണ്ടന്റ്, ഏതെങ്കിലും വെർബിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആക്ഷൻ ഉള്ള കണ്ടന്റ്, ആ സൗണ്ടും ആ ഇമേജസും ആക്ഷൻസും മാച്ച് ചെയ്ത് നമുക്ക് വൊക്കാബുലറി ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. വീഡിയോ കണ്ടന്റ് നമ്മൾ സെലക്ട് ചെയ്തു, അത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനീഷ്യൽ സ്റ്റേജിൽ ആ കണ്ടന്റിന്റെ എൻ്റെ ഐഡിയ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ഒരു നല്ല ലിസണർ ആണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി എൻ്റെ കണ്ടന്റിന്റെ ഐഡിയ മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ബിഗ് സെന്റൻസിന്റെ ഐഡിയ നമുക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് നോക്കാം. അത് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഓരോ ഫ്രേസും മനസ്സിലാവുന്നുണ്ടോ നോക്കാം. എന്താണ് ഫ്രേസ്? എ ബിഗ് ക്യാറ്റ്, എ സ്മാൾ ആൻഡ്, എ ബിഗ് എലിഫന്റ്, എ റണ്ണിങ് ബേബി, എ സ്ലീപ്പിംഗ് ബേബി. ഈ ഫ്രേസസ് നമുക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. ഈ ഫ്രേസസ് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ വേർഡ്സിലും ഫോക്കസ് ചെയ്യാൻ പറ്റും. ഓരോ വേർഡ്സിന്റെ മീനിങ് മനസ്സിലാവുന്നുണ്ടോ എന്ന് നോക്കാം. ഓരോ വേർഡ്സിന്റെ മീനിങ്ങും മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഓരോ വേർഡ്സും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. അറ്റ്ലീസ്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന വേർഡ്സ് ഡിക്ഷണറി റെഫർ ചെയ്തിട്ട് മനസ്സിലാക്കാൻ നോക്കാം. പ്രിഫറബിളി ഇംഗ്ലീഷ് ടു ഇംഗ്ലീഷ് ഡിക്ഷണറി ഉപയോഗിക്കാം. കാരണം ഒരു ഇംഗ്ലീഷ് വേർഡ് ഇംഗ്ലീഷ് ഡിക്ഷണറി ഉപയോഗിച്ച് റെഫർ ചെയ്യുമ്പോൾ അത് ഒരു സിമ്പിൾ ആയിട്ട് ഇംഗ്ലീഷ് വേർഡ്സ് ഉപയോഗിച്ചിട്ടാണ് മീനിങ് കൺവേ ചെയ്യാൻ നോക്കുക. ആ ഒരു ഡെഫിനിഷൻ പഠിക്കുമ്പോൾ കൂടുതൽ ഇംഗ്ലീഷ് വേർഡിലേക്ക് എക്സ്പോഷർ തരികയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ ഗ്രാമർ പഠിച്ച ഗ്രാമർ ലിസണിങ്ങിൽ അപ്ലൈ ചെയ്യുക. ലിസണിങ്ങിൽ അപ്ലൈ ചെയ്യുമ്പോൾ പിന്നെ കൂടുതൽ വേർഡ്സിനെ റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങും. അത് ഗ്രാമറിൽ അപ്ലൈ ചെയ്യാം. ടു ആൻഡ് ഫ്രോ ഫീഡ്ബാക്ക് സിസ്റ്റത്തിലൂടെ ലിസണിങ് പ്രാക്ടീസ് ചെയ്താൽ ലാംഗ്വേജ് പഠിഞ്ഞു. പിന്നെ ബാക്കി എല്ലാ ലാംഗ്വേജ് ഏരിയാസിലേക്കും ഇത് ഇൻഫെക്ഷ്യസ് ആണ്. അപ്പോൾ ഇതാണ് ഒരു ലാംഗ്വേജ് പഠിക്കാനുള്ള ഏറ്റവും നല്ല മെത്തേഡ്. ഈ രീതിയിൽ ഏതിൽ പ്രയോറിറ്റൈസ് ചെയ്യണം
അതിൽ പ്രയോറിറ്റൈസ് ഏത് ആദ്യം ചെയ്യണം എന്ന് മനസ്സിലാക്കി കറക്റ്റ് എഫേർട്ട് ഇട്ടാൽ എഫക്റ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ടൈം ആൻഡ് എനർജി ആയിരിക്കും ലാംഗ്വേജ് പഠിക്കാൻ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക. യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ യു ക്യാൻ സബ്സ്ക്രൈബ്. എന്തെങ്കിലും അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. സീ യു ടുമോറോ.